അല്ലെങ്കിൽ നമ്മളൊക്കെ വിഭാവനം ചെയ്തതിനേക്കാൾ കൂടുതൽ സ്റ്റാർട്ടപ്സ് ഐഡിയ തുടക്കക്കാർക്ക് സഹായം ചെയ്തു കൊടുത്താൽ കേരളത്തിൽ അവർ അത്ഭുതം സൃഷ്ടിക്കും എന്നുള്ളതിന് ഇപ്പോൾ വളരെയധികം ഹോപ്പ് കൂടിയിരിക്കുക. വേണ്ടി വന്നാൽ നമ്മുടെ യുവാക്കൾക്ക് വേണ്ടി കച്ചി രാഷ്ട്രീയ ഭേദമൊക്കെ മറന്ന് ഞങ്ങളൊക്കെ ഒന്നിക്കാൻ വേണ്ടി തയ്യാറാവും എന്ന് ചെറുപ്പക്കാർക്ക് ഉറപ്പിക്കാം. ആ കാര്യത്തിൽ ഒഴിഞ്ഞ് കഴിഞ്ഞ പോലെ ആയിരിക്കുകയില്ല. പണ്ടൊക്കെ ഒരു നൂറ്റാണ്ടിൽ പറഞ്ഞിരുന്ന കാര്യം ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് ആവുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ കഴിവുറ്റ യുവാക്കൾ ഇങ്ങനെ വെറുതെ ഇരുന്ന് മുരടിക്കണോ? അത് ചിന്തിക്കാൻ പോലും വയ്യ. അതുകൊണ്ട് തന്നെ ആ യുവാക്കളുടെ മുഴുവൻ കഴിവുകൾ അവർ പുറത്തെടുക്കാൻ എന്താണോ വേണ്ടത്? അല്പം പ്ലഗ് ആൻഡ് പ്ലേ അല്ലേ, അല്പം കസേരയും മേശയും, ഒന്നോ രണ്ടോ ലാപ്ടോപ്പും, ബാക്കി സൗകര്യമായിട്ടുള്ളൊരു എക്കോ സിസ്റ്റം, കുറച്ച് സപ്പോർട്ടും കുറച്ച് ഇൻസ്പിറേഷനും. ഒരു ഘട്ടമെത്തുമ്പോൾ അവരെന്തെങ്കിലും കണ്ടുപിടിച്ചാൽ അതിന് പണം കൊടുക്കാനും കാശ് കൊടുക്കാനും ആളുകളൊക്കെ ക്യൂ നിൽക്കും. കാരണം എന്താ? അവിടെയാണ് ഓപ്പർച്യൂണിറ്റി, അവിടെയാണ് അവസരം. അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന പുതിയ വല്ല ആശയങ്ങളും മൾട്ടിനാഷണൽ കമ്പനികളായി വളരാൻ പിന്നെ ഒട്ടും താമസം ഉണ്ടാവില്ല. ഇപ്പം ഈ കോഴിക്കോടും പരിസരത്തും ഒക്കെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും ആളുകളും ഒക്കെ ഇത്ര വലിയ ഒരു ഭണ്ഡാരം, ഇത്രയും വലിയ ഒരു സ്വർണത്തിൻ്റെ ഭണ്ഡാരം തന്നെ അവരുടെ തലയിലേറ്റി നടക്കുമ്പോൾ, ഇത്രയും വലിയ ഒരു സ്വത്ത് നിധി അവരുടെ കയ്യിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത് വലിയ സംഭവമാണ്. ഒരു വ്യവസായം വരുന്നതിനേക്കാൾ വലിയ റെവല്യൂഷൻ ഉണ്ടാക്കാവുന്ന ഒരു സംഗതിയാണ് ഇന്ന് ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ ചില സന്ദർഭങ്ങളിലൊക്കെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ആ സമയം നമ്മളെ അതിജയിച്ച് മറ്റ് സംസ്ഥാനങ്ങൾ മുന്നിലെത്തി. പക്ഷേ അതിനെയൊക്കെ മറികടക്കാനുള്ള ശക്തി, ഊർജം നമ്മിലുണ്ട് എന്ന ആത്മവിശ്വാസം കേരളത്തെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവരെല്ലാം കവച്ചു വെച്ചുകൊണ്ട് ഏറ്റവും മുന്നിലെത്തിക്കുന്നതിന് സഹായകമാകും എന്നതിൻ്റെ ഏറ്റവും വലിയ നിദർശനമായി ഞാൻ ഈ ചടങ്ങിനെ കാണുകയാണ്. ഈ 21st സെഞ്ച്വറിയിൽ എങ്ങനെ വർക്കേഴ്സ് ജോയിൻ ചെയ്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്ത് പുതിയൊരു സംരംഭമാക്കി മാറ്റുക ആ വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളതിൻ്റെ ഒരു എക്സാംപ്ലറാണ് യൂരാലിങ്കൽ സൊസൈറ്റി. കേരള ഗവൺമെൻറ് ഇങ്ങനെ ഒരു സംരംഭം ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ കൂടെ ഒരു ഇൻക്യുബേറ്റർ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റുഡൻറ്റ് ആൻറ്റർപ്രനർഷിപ്പ് പോളിസി അനൗൺസ് ചെയ്ത് അത് ഒരു ശക്തമായ ഒരു മൂവ്മെൻ്റ് ആക്കി മാറ്റിയിട്ടുണ്ട് കേരളത്തിൽ.